ഹലോ എവ്രി വൺ, എല്ലാവർക്കും നാദജ്യോതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഇന്ന് ഈ സമയം കാണുന്നവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, എന്താണ് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ എന്താണ് ഈശ്വരൻ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. ഇത് മൂന്നുമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് ഈ കാർഡിലൂടെ നോക്കാം. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, തേർഡ് ഡിവൈൻ ഗൈഡൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ സൺ കാർഡ് വന്നിരിക്കുകയാണ്. അപ്പോൾ സണ്ണെന്ന് പറയുമ്പോൾ തന്നെ സൂര്യൻ ഉദിച്ച് നിൽക്കും പോലെ അല്ലേ. നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള, നല്ല പൊട്ടൻഷ്യലും കഴിവും ഒക്കെ ഉള്ള ഒരാളാണ്. നല്ല എബിലിറ്റിയൊക്കെ ഉള്ള, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നിങ്ങൾ. നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടത്തിയെടുക്കാൻ കഴിവുള്ള, അല്ലെങ്കിൽ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരാളായിട്ടാണ് നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ചുകൂടെ ഒരു സെൽഫ് സെൻറ്റേർഡ് ആവണം. മീൻസ് നിങ്ങളുടെ എനർജി എല്ലാവർക്കും അങ്ങനെ ഓപ്പണായിട്ട് കൊടുത്തു കളയരുത്. പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങൾ, നിങ്ങളുടെ പദ്ധതികളൊക്കെ പുറത്തങ്ങനെ എല്ലാവരെയും അറിയിക്കാനായിട്ട് നോക്കണ്ട. നിങ്ങളുടെ പദ്ധതികളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരോടും നിങ്ങൾ ഇന്നസെൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും വിളിച്ച് പറയും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ വെൽവിഷേഴ്സൊക്കെ ആണെന്നാണ് നിങ്ങളുടെ ഒരു ധാരണ. പക്ഷേ അങ്ങനെ ആവണം എന്നില്ല. ജലസുള്ളവരും ഉണ്ടാവും, നിങ്ങളുടെ വളർച്ചയിൽ അസൂയ തോന്നുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വഭാവം തന്നെ എല്ലാവരും അട്രാക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിനോട് തന്നെ ഇത്തിരി അസൂയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. അത് പുറത്തിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. പദ്ധതികളൊക്കെ ഉള്ളിൽ സൂക്ഷിക്കുക. എല്ലാം ഒന്ന് ഓപ്പൺ അപ്പ് ആവണ്ട എന്നാണ് പറയുന്നത്. അങ്ങനെ ഓപ്പൺ അപ്പ് ആയാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് വീഴ്ച വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ഈ ഒരു അവസ്ഥയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് ഈശ്വരൻ പറയുന്നത്. നിങ്ങൾ വളരെ നല്ല ആളാണ്, ഇന്നസെൻ്റാണ്, ക്രിയേറ്റീവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിൽ ഒളിപ്പിക്കുക. എല്ലാവരോടും എല്ലാം വിളിച്ച് പറഞ്ഞുകൊണ്ടൊന്നും നടക്കണ്ട. എല്ലാവരും നിങ്ങളുടെ വെൽവിഷേഴ്സ് ആണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തിനെങ്കിലും പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു യൂണിവേഴ്സ് രേഖപ്പെടുത്തുക. അതുപോലെ കമൻറ്റിൽ നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചാണ് അറിയേണ്ടത് അതുകൂടി ഉൾപ്പെടുത്തുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ എനിക്ക് അതിനനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.